നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അധികം ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഈ ഓണത്തിന് നമ്മുടെ പായസം അവിൽ കൊണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് അവിൽ പഴം പായസം എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാനായി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതും 1/2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കാം. ഇനി ഇത് തണയാനായി മാറ്റിവെക്കാം. നമ്മുടെ പായസം തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഈ നെയ്യിലേക്ക് ഇടുന്നുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതാ പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ചെറുതായി നുറുക്കി വെച്ച നേന്ത്രപ്പഴം അല്പം ചേർത്ത് വറുത്ത് ഊരിയെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേരിൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഈ പഴം വല്ലാതെ വെന്ത് വരുമൊന്നും വേണ്ട, ഒന്ന് കളറ് മാറി വന്നാൽ മതി. ഇത് നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ വേറെ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് തന്നെ 100 ഗ്രാം അവിലിട്ട് കൊടുക്കുകയാണ്. ഇത് സാധാരണ കട്ടിയുള്ള അവിലാണ്. ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ച ഇതുപോലൊന്ന് പൊട്ടി വരണം. നമ്മൾ പശുവും പാൽ ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 4 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും നമ്മുടെ അവിലിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഞാനൊന്ന് കൂട്ടി വെക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കണേ. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ശർക്കരപ്പാനി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നല്ലോണം തണഞ്ഞ ശേഷമേ പാലിലേക്ക് ചേർക്കാവൂ, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അധികം തിളയ്ക്കണ്ട, ഒന്ന് ചെറുതായി തിള വരുമ്പോഴേക്കും പൊടിച്ച് വെച്ച ഏലക്കായ ചേർക്കാം. പിന്നീട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യൽ അവിൽ പഴം പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒന്ന് താഴെ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.